പേരാണ് കർഷകന്. 2 മൺകുടങ്ങളും ഒരിക്കൽ ഒരിടത്തൊരു കൃഷിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം വളരെ നല്ലവനും അധ്വാനിയുമായിരുന്നു. അദ്ദേഹത്തിന് വെള്ളമെടുക്കാൻ 2 മൺകുടങ്ങളുണ്ടായിരുന്നു. എല്ലാ ദിവസവും പുഴയിൽ പോയി അദ്ദേഹം 2 മൺകുടത്തിലും വെള്ളമെടുത്ത് വീട്ടിൽ കൊണ്ടുപോകുമായിരുന്നു. ഒരു ദിവസം വെള്ളമെടുക്കുന്നതിനിടയിൽ ഒരു മൺകുടം പൊട്ടി അതിനു വിള്ളലുണ്ടായി. അതിനുശേഷം കൃഷിക്കാരൻ എടുക്കുന്ന വെള്ളം ഏറെയും പൊട്ടിയ മൺകുടത്തിൻ്റെ വിള്ളലൂടെ പാഴായി പോകുമായിരുന്നു. വീട്ടിലെത്തുമ്പോൾ 1/2 കുടം വെള്ളം മാത്രമേ മിച്ചമുണ്ടാവുള്ളൂ. അപ്പോൾ പൊട്ടാത്ത മൺകുടം പൊട്ടിയ മൺകുടത്തെ കളിയാക്കുമായിരുന്നു. ഹ ഹ ഹ, നീ പൊട്ടിയതാണ്. നിന്നെക്കൊണ്ട് യജമാനൻ ഒരു ഉപകാരവുമില്ല. അധികം വൈകാതെ യജമാനൻ നിന്നെ കളയും. എന്നെ കൊണ്ടാണ് യജമാനൻ കൂടുതൽ ഉപകാരം. ഹ ഹ ഹ. അത് കേട്ടപ്പോൾ പൊട്ടിയ മൺകുടത്തിന് സങ്കടം വന്നു. പക്ഷേ പൊട്ടിയ മൺകുടത്തെ കൃഷിക്കാരൻ കളഞ്ഞില്ല. വീണ്ടും കുറെ നാൾ അതിൽ തന്നെ വെള്ളമെടുത്തുകൊണ്ടിരുന്നു. ഒരു ദിവസം വെള്ളമെടുക്കുന്നതിൽ പൊട്ടിയ മൺകുടം അദ്ദേഹത്തോട് പറഞ്ഞു, യജമാന, അങ്ങേക്ക് എന്നെ കൊണ്ട് ഉപകാരമില്ലല്ലോ. എന്നെ കളഞ്ഞിട്ട് പുതിയ ഒരെണ്ണം വാങ്ങിയാൽ. ഇത് കേട്ട കൃഷിക്കാരൻ പറഞ്ഞു, ആരു പറഞ്ഞു നിന്നെ കൊണ്ട് എനിക്ക് ഉപകാരമില്ലെന്ന്? നീ ആ വയലിലേക്ക് ഒന്ന് നോക്കിക്കേ. എത്രമാത്രം ചെടികളും പൂക്കളും പച്ചക്കറികളുമാണ് ഇവിടെ വളർന്നു നിൽക്കുന്നത്. നിന്റെ വിള്ളലൂടെ പാഴായി പോകുന്ന വെള്ളമാണ് ഇതിനൊക്കെ ജീവൻ നൽകുന്നത്. അതുകൊണ്ട് നീയാണ് എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടത്. അത് കേട്ടപ്പോൾ പൊട്ടിയ മൺകുടത്തിന് സന്തോഷം വന്നു. ഇതെല്ലാം കേട്ട പൊട്ടാത്ത മാവ് ആണിച്ചു തല കുനിച്ചു. പൊട്ടിയ മൺകുടത്തിനോട് ക്ഷമ ചോദിച്ചു. ഇതിൽ നിന്നുള്ള ഗുണപാഠം എന്താണ്? മറ്റുള്ള ആരുടെയും കുറവുകൾ കണ്ട് നാം കളിയാക്കാൻ പാടില്ല. നമുക്കെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ദുഃഖിതരാവാനും പാടില്ല. എല്ലാ കുറവുകളെയും നന്മയാക്കി തീർക്കാൻ ദൈവത്തിന് സാധിക്കും. നന്ദി.